നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് ഇൻവേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ ഫ്യൂച്ചർ 0.70%, അമേരിക്കൻ ഫ്യൂച്ചർ 0.45% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ സാധ്യതകളാണ് SGX നിഫ്റ്റി നൽകുന്നത്. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് ഉയർന്ന വോളറ്റിലിറ്റി കാണിക്കുകയും മാർജിനലി ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇൻവേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഏഷ്യൻ ഇൻഡെക്സും 0.7% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡിൻ്റെ വില $110 പെർ ബാരലിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഉയർന്ന വോളറ്റിലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് പോണ്ടി ഓക്സൈഡ്. പോണ്ടി ഓക്സൈഡിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 6.91% സ്റ്റേക്കുകൾ, അതായത് 21 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പോണ്ടി ഓക്സൈഡ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ ഇന്ന് ശ്രദ്ധിക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ Q4 പാസഞ്ചർ വെഹിക്കിൾ പ്രൊഡക്ഷൻ 13% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 32,297 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UV2 പ്രൊഡക്ഷൻ 71% ഉയരുകയും ചെയ്തു. PC ജുവലറിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. Q4 റവന്യൂ ഇയർ ഓൺ ഇയറിൽ 32% വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ബാങ്ക് ഡെപ്റ്റ് 23% കുറയുകയും ചെയ്തു. അതുകൊണ്ട് PC ജുവലറും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ SCA എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. SCA എന്ന കമ്പനി സിനർജി മറൈൻ ഗ്രൂപ്പുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഗ്ലോബസ് സ്പിരിറ്റ് എന്ന കമ്പനി തെരായി എന്ന പേരിൽ ഒരു ടക്കീല ബ്രാൻഡ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബസ് സ്പിരിറ്റ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഗാലൻ ഡിസ്പാട്ട് എന്ന കമ്പനിയുടെ Q4 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ 14% വർദ്ധിച്ച് 2.2 ലക്ഷം മെഗാ യൂണിറ്റായി മാറുകയും പെലറ്റ് പ്രൊഡക്ഷൻ 59% വർദ്ധിച്ച് 2.2 ലക്ഷം മെട്രിക് ടണ്ണായി മാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പെലറ്റ് പ്രൊഡക്ഷൻ 37% വർദ്ധിക്കുകയും ചെയ്തു. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 24% വർദ്ധിച്ച് 24,860 കോടിയായി മാറി. ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ 29,590 കോടിയായി മാറിയിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡബിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് Q4. കൂടാതെ ക്രൂഡ് പ്രൈസ് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയിൽ മാർജിൻ പ്രഷർ നേരിടുന്നു എന്നും കമ്പനി ബിസിനസ് അപ്ഡേറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. IRFC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. IRFC 1000 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് മഹാജൻകോ എന്ന കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IRFC മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ടിറ്റാഗർ റെയിൽ സിസ്റ്റം എന്ന കമ്പനിക്ക് ബ്രൗൺഫീൽഡ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് 129 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടിറ്റാഗർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ശ്യാം മെറ്റാലിക്സിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെയിൽസ് ഗ്രോത്ത് 22.5% വർദ്ധിച്ച് 27,287 മെട്രിക് ടണ്ണായി മാറുകയും കാർബൺ സ്റ്റീൽ സെയിൽസ് 10.5% വർദ്ധിച്ച് 4.5 ലക്ഷം മെട്രിക് ടണ്ണായി ഉയരുകയും ചെയ്തു. അതുകൊണ്ട് സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ സൺടെക് റിയാലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് സൺടെക് റിയാലിറ്റി ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ഗ്രീൻലാം ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയിൽ ഇന്തോനേഷ്യൻ സബ്സിഡറിയുടെ 33% സ്റ്റേക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാം ഇൻഡസ്ട്രീസ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ദീപ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് 59 കോടി രൂപയുടെ ഒരു ഓർഡർ ONGCയുടെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദീപ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രഭ എനർജി എന്ന സ്റ്റോക്കിനെ റൈറ്റ് ഇഷ്യൂ പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. 5:14 എന്ന റേറ്റിലുള്ള റൈറ്റ് ഇഷ്യൂ ആണ് കമ്പനി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ജുബിലൻറ്റ് ഫുഡ് വർക്കിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 19.1% വർദ്ധിച്ച് 2,506 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ 17.2% വർദ്ധിച്ച് 9,544 യൂണിറ്റായി മാറുകയും ചെയ്തു. ബജാജ് ഫിനാൻസ് ഏപ്രിൽ 29 ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടേക്കും. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ഓറഞ്ച്
കോയി എന്ന മെറ്റൽ ഇഞ്ചക്ഷൻ ആൻഡ് മോൾഡിംഗ് പ്രസിഷൻ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ കമ്പനിയുടെ 76% സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്